ആ ആശയം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും ചെറുപ്പത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുക. സമൂഹത്തിൽ നിന്ന് സ്കൂൾ വരെ ഉള്ള എല്ലാ കുട്ടികളുടെയും കേൾവി സംരക്ഷണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്രാവശ്യത്തെ തീം പറയുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കുട്ടികളുടെ കേൾവി ആരോഗ്യത്തെക്കുറിച്ചുള്ള ജാഗ്രത വർദ്ധിപ്പിച്ച് ലോക കേൾവി ദിനത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനവുമായി പെരിന്തൽമണ്ണയിൽ ലോക കേൾവി ദിനാഘോഷം. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കേൾവി പരിശോധനാ ക്യാമ്പ് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം അസന്റ് ENT ആശുപത്രിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ISS സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് പെരിന്തൽമണ്ണ അസന്റ് ENT ആശുപത്രിയിൽ വെച്ച് കുട്ടികൾക്കുള്ള കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ പഠന വൈകല്യങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന കേൾവിക്കുറവ് നേരത്തെ കണ്ടെത്തി ആവശ്യമായ മുൻകരുതൽ എടുക്കുകയാണെന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. അസന്റ് ENT ആശുപത്രി ചെയർമാൻ ഡോക്ടർ PK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളാണല്ലോ അടുത്ത സമൂഹം. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് അടുത്ത സമൂഹം. അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, അവരാണ് നമ്മുടെ ഫേസ്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറയുമല്ലോ, അതായത് കതിരിന് വളമിടാൻ പറ്റില്ല, വിത്തിനെ വളമിടാൻ പറ്റുള്ളൂ. അതായത് ഏതൊരു ആശയവും നമ്മൾ ചെറുപ്പത്തിലെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ആ ആശയം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും ചെറുപ്പത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുക. IMA പ്രസിഡന്റ് ഡോക്ടർ ഷറഫുദ്ദീൻ KP മുഖ്യാതിഥിയായി. ഈ ദിവസത്തിൽ നമ്മുടെ ഈ ദിനത്തോടനുബന്ധിച്ച് ഒരു തീം WHO എല്ലാ വർഷവും തരാറുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് തന്നിരിക്കുന്ന തീം ഫ്രം കമ്മ്യൂണിറ്റി ടു സ്കൂൾസ്, ഹിയറിംഗ് കെയർ ഫോർ ഓൾ ചിൽഡ്രൻ. അപ്പോൾ സമൂഹത്തിൽ നിന്ന് സ്കൂൾ വരെ ഉള്ള എല്ലാ കുട്ടികളുടെയും കേൾവി സംരക്ഷണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്രാവശ്യത്തെ തീം പറയുന്നത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഡോക്ടർ അനുരാധ വർമ്മ, NP പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. കേൾവി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ചെവിയുടെ ഉൾവശം വിശദമാക്കുന്ന 10 അടി ഉയരത്തിലും 6 അടി വീതിയിലുമായി ആശുപത്രിക്ക് മുൻപിൽ സ്ഥാപിച്ച ഓർഗൻ ഓഫ് കോട്ടിയുടെ രൂപം അനാച്ഛാദനം ചെയ്തു. തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെയും ഓഡിയോളജിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് കേൾവി പരിശോധനയും സംഘടിപ്പിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.